പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും 1000 നന്ദി. എൻ്റെ പേര് മിനു എബ്രഹാം. ഞാൻ കോഴിക്കോട് ജില്ലയിൽ താമരശ്ശേരി രൂപത പുല്ലൂരാമ്പാറ സെൻറ്റ് ജോസഫ് ഇടവകാംഗമാണ്. 2019 ഫെബ്രുവരി 22 ഞാൻ ആദ്യമായി ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത്. ഇതെൻ്റെ 2ാമത്തെ സാക്ഷ്യമാണ്. ഈ സാക്ഷ്യം പറയുന്നത് എൻ്റെ മകന് വേണ്ടിയാണ്. എൻ്റെ മകൻ ഉടമ്പടിയിലൂടെ തന്നെ അനുഗ്രഹമായി ലഭിച്ചതാണ്. അപ്പോൾ മകൻ ജനിച്ച് ഒരു 2.25 വയസ്സൊക്കെ കഴിഞ്ഞപ്പോൾ അവൻ ആദ്യമൊക്കെ 1-2 വാക്കുകളൊക്കെ കൂട്ടി സംസാരിച്ച് തുടങ്ങി 2 വാക്കൊക്കെ പറയുന്ന ഒരു പ്രായമായിരുന്നു. പിന്നെ കുറച്ചൊരു കഴിഞ്ഞപ്പോൾ ആ 2 വാക്ക് എന്നുള്ളത് 1 വാക്കായിട്ട് കുറഞ്ഞു. അപ്പോൾ ആദ്യം ഞങ്ങളത് അത്ര ശ്രദ്ധിച്ചില്ല. പിന്നീട് ആ 1 വാക്കെന്ന് പറഞ്ഞത് പിന്നെ അവൻ കംപ്ലീറ്റ് ആയിട്ട് സൈലൻ്റ് ആയിപ്പോയി. അപ്പോൾ സാധനങ്ങൾ എന്തൊക്കെ വേണം, എന്താവശ്യങ്ങളുണ്ട് എല്ലാം പിന്നീട് അവൻ ചൂണ്ടിക്കാണിക്കുന്ന ഒരു സ്റ്റേജിലേക്ക് എത്തി. അപ്പം സംസാരശേഷി അങ്ങനെ നഷ്ടപ്പെട്ടതിനാൽ തന്നെ അവൻ ഭയങ്കരമായിട്ടും നമ്മളെ ഉപദ്രവിക്കുമായിരുന്നു. പുറത്ത് കൊണ്ടുപോകാനൊക്കെ അവനെ മാനേജ് ചെയ്യാനുമൊക്കെ പാടായിരുന്നു. അപ്പോൾ ആ ഒരു അവസരത്തിൽ ഞങ്ങൾ ഒരു ദിവസം പനിയായിട്ട് ഇവനെ ഒരു ഡോക്ടറെ കാണിക്കാൻ ചെന്നപ്പോഴാണ് ഡോക്ടർ പറഞ്ഞത്, അവനൊരു അസസ്മെൻ്റ് എടുക്കണം, നിങ്ങൾ എത്രയും പെട്ടെന്ന് പോയി ഡോക്ടറെ കാണണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ അസസ്മെൻ്റ് എടുത്തു. അസസ്മെൻ്റ് എടുത്ത ശേഷം അവർ പറഞ്ഞത് എത്രയും പെട്ടെന്ന്, കുട്ടി ചെറിയ പ്രായമാണ്, എത്രയും പെട്ടെന്ന് തന്നെ അവന് വേണ്ട തെറാപ്പികൾ തുടങ്ങണം. തെറാപ്പി തുടങ്ങി അത് നോക്കിയ ശേഷം മാത്രമേ അവൻ്റെ ഇമ്പ്രൂവ്മെൻറ്റ് പറയാൻ പറ്റൂ എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ തെറാപ്പിയിലേക്ക് വന്നു. ഏകദേശം 1 മാസത്തോളം ഞങ്ങൾ തെറാപ്പി എടുത്തു. അതിനുശേഷം ഞങ്ങൾ എൻ്റെ നാടായ കോട്ടയത്തേക്ക് വന്നു. അപ്പോൾ ഇവിടെ വന്ന ശേഷം ഞങ്ങൾ മോനെയും കൊണ്ട് ആദ്യമായി ഇവിടെ വരികയാണ് ചെയ്തത്. കൃപാസനത്തിൽ വന്നു. ആ സമയത്തൊക്കെ ഞങ്ങൾ ഉടമ്പടിയിൽ തന്നെയായിരുന്നു. കൃപാസനത്തിൽ വന്നു, അച്ഛനെ കൊണ്ടുവന്നു, ബ്ലെസ് ചെയ്യിപ്പിച്ചു. അച്ഛൻ അവൻ്റെ നെറ്റിയിൽ കുരിശ് വരച്ച് പ്രാർത്ഥിച്ചു. അപ്പോൾ ഇവിടെ നിന്ന് കൊണ്ടുവന്ന തേനും തൈലവും ഉപ്പും എല്ലാം എല്ലാ ദിവസവും അവന് തന്നെ കൊടുക്കുമായിരുന്നു. അപ്പം ആദ്യം ഒരു ഇമ്പ്രൂവ്മെൻറ്റ് കണ്ട് ഞങ്ങൾ ഉടമ്പടി പുതുക്കി അച്ഛനെ കണ്ട് പോയ ശേഷം ഏകദേശം 1 മാസം കൃത്യം കഴിഞ്ഞപ്പോൾ തന്നെ ഇവനെ ഒരു വല്ലാണ്ട് ഉപദ്രവിക്കുന്ന ഒരു സ്വഭാവം ഉണ്ടായിരുന്നു. അതിൽ നിന്ന് വളരെ ഒരു കുറവ്. അപ്പോൾ ആ ഒരു സ്വഭാവം വളരെ നന്നായി കടിക്കുമായിരുന്നു. സംസാരത്തിൻ്റെ ആ ഒരു പ്രശ്നം ഉള്ളതുകൊണ്ട്, സംസാരിക്കാൻ പറ്റില്ലാത്തതുകൊണ്ട്. അപ്പോൾ അത് വളരെ നന്നായി മാറി. അപ്പോൾ അതായിരുന്നു ആദ്യം കണ്ട ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു മാറ്റം. പിന്നീട് ഞങ്ങൾ ആ കാലഘട്ടത്തിൽ തന്നെ തെറാപ്പികൾ കണ്ടിന്യൂ ചെയ്യുകയും അതിൻ്റെ കൂടെ എല്ലാ 3 മാസവും കൃത്യമായി വന്ന് ഉടമ്പടി പുതുക്കുകയും നേർച്ച വസ്തുക്കൾ മോന് കൊടുക്കുകയും ചെയ്യുമായിരുന്നു. അതിനുശേഷം കുറച്ചൊരു 2 മാസമോടൊക്കെ കഴിഞ്ഞപ്പോൾ അവൻ ആ പഴയ അല്ലെങ്കിൽ മറന്നുപോയ, സംസാരിക്കാൻ നിർത്തിപ്പോയ വാക്കുകൾ, ഓരോ വാക്കുകൾ തുടങ്ങാൻ തുടങ്ങി. പിന്നെ 1ആയി, പിന്നെ 2ആയി, പിന്നെ അവന് വയസ്സ് കൂടുന്നതനുസരിച്ച് അവൻ്റെ എല്ലാ വാക്കുകളും കൃത്യമായി തന്നെ കൂട്ടിച്ചേർത്ത് കഥകളും ഒക്കെ പറയാൻ തുടങ്ങി. ഇപ്പം മോൻ 5 വയസ്സായി, LKGയിൽ പഠിക്കുന്നു. അപ്പോൾ അവന് സംസാരത്തിൻ്റെ രീതിയിലുള്ള യാതൊരു പ്രശ്നങ്ങളുമില്ല. അതുകൊണ്ട് തന്നെ അവൻ്റെ സ്വഭാവത്തിൽ മറ്റ് ഒരു ദേഷ്യപ്പെടുന്ന, അരിശം അല്ലെങ്കിൽ നമ്മൾ ഉപദ്രവിക്കുന്ന അങ്ങനെയൊക്കെ ബിഹേവിയറൊക്കെ ഉണ്ടായിരുന്നു. അതെല്ലാം മാറിക്കിട്ടി. പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും ഒരുപാട് നന്ദി. 2ാമതായി സാക്ഷ്യം പറയുന്നതും എൻ്റെ മകൾക്ക് വേണ്ടിയാണ്. അപ്പോൾ ഈ മകൾ പ്രഗ്നൻ്റ് ആയ സമയത്ത് 5ാം മാസത്തിൽ സ്കാനിങ് ഉണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് കണ്ട കുറച്ച് പ്രശ്നങ്ങളുണ്ടായിരുന്നു. ഒന്ന്, എനിക്ക് കുറച്ച് ഫ്ലൂയിഡ് കുറവാണ്, മോൾക്ക് നല്ല വെയിറ്റ് കുറവുണ്ടായിരുന്നു. പിന്നെ മോളുടെ സെറിബ്രൽ ആർട്ടറിയിലേക്കുള്ളൊരു സർക്കുലേഷനിൽ കുറച്ച് കുറവ് കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പം ഞങ്ങളോട് കുറച്ച് കൺജനൈറ്റൽ അനോമലീസിൻ്റെ ടെസ്റ്റുകളൊക്കെ ചെയ്യണം, ഇൻട്രായൂട്ടറൈൻ ഗ്രോത്ത് റിട്ടാർഡേഷൻ ഉണ്ടോ എന്നൊക്കെ നോക്കണം എന്നൊക്കെ പറഞ്ഞു. അതൊരു 5ാം മാസം കഴിഞ്ഞിരുന്നു അപ്പോൾ തന്നെ. അപ്പം ഇനി അത് അറിഞ്ഞാലും പ്രത്യേകിച്ചൊന്നും ചെയ്യാൻ പറ്റില്ല എന്നുള്ളതും ഡോക്ടർ പറഞ്ഞു. പക്ഷെ ആ സമയത്ത് ഞങ്ങൾ ഒരു ടെസ്റ്റുകളിലേക്കും പോയില്ല. പകരം ഇവിടെ വന്ന് ഉടമ്പടി പുതുക്കി മോളുടെ കാര്യം ഒരു പ്രത്യേക നിയോഗമായി തന്നെ വെച്ചു. അപ്പോൾ എനിക്ക് വരാൻ സാധിക്കാത്തതുകൊണ്ട് ഹസ്ബൻഡും അല്ലെങ്കിൽ അമ്മയുമാണ് കൃത്യമായി വന്ന് ഉടമ്പടി പുതുക്കിയത്. ആ സമയത്തൊക്കെ നമ്മൾ ഉടമ്പടിയിലെ നേർച്ച വസ്തുക്കൾ ഉപ്പും തേനും ഞാൻ ഉപയോഗിച്ചിരുന്നു. പിന്നെ തൈലം വെച്ച് കുരിശ് വരച്ച് മോൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിച്ചിരുന്നു. അപ്പോൾ പ്രഗ്നൻസിയുടെ അവസാന സമയമായപ്പോൾ എല്ലാം 1 ദിവസങ്ങളും ഡോക്ടർ സ്കാൻ ചെയ്യണമെന്ന് പറഞ്ഞു. കാരണം ഫ്ലൂയിഡ് കുറവും ഈ ആർട്ടറി സർക്കുലേഷനും ഒക്കെ എങ്ങനെ പോകുന്നു എന്നറിയാൻ വേണ്ടി. അങ്ങനെ ഏകദേശം ഒരു 3 ആഴ്ചക്കാലം അങ്ങനെ തന്നെ 1 ദിവസം സ്കാൻ ചെയ്ത് ആ പ്രോഗ്രസ് നോക്കിക്കൊണ്ടേയിരുന്നു. അപ്പോൾ ഏകദേശം ഒരു ഡേറ്റ് എടുക്കാറായപ്പോഴത്തെ അവസാന സ്കാനിങ്ങിൻ്റെ റിപ്പോർട്ട് കാണിക്കാൻ വേണ്ടി ഞാനും ഹസ്ബൻഡും ഡോക്ടറുടെ റൂമിൽ കയറി. അപ്പം ഡോക്ടർ പറഞ്ഞു, ഇനിയിപ്പോൾ വെക്കണ്ട, അധികം നീട്ടിക്കൊണ്ട് പോകണ്ട, നിങ്ങൾ ഇന്ന് തന്നെ വന്ന് അഡ്മിറ്റ് ആയിക്കോളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ആ സമയത്ത് അമ്മ ഡോക്ടേഴ്സ് റൂമിൻ്റെ പുറത്ത് നിൽപ്പുണ്ടായിരുന്നു. ഞങ്ങൾ വളരെ വിഷമിക്കുന്ന ഒരു സമയമായിരുന്നു അത്. അപ്പോൾ അമ്മ വളരെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ അമ്മ ഒരു മാതാവിൻ്റെ സ്വരം കേൾക്കുകയാണ്.
എൻ്റെ ഡെലിവറി നീട്ടിക്കൊണ്ട് പോകുന്നില്ല, നിങ്ങൾ പെട്ടെന്ന് തന്നെ തയ്യാറായിക്കോളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ ഡോക്ടർ റൂമിന് വെളിയിൽ നിന്ന് ഇറങ്ങി വന്നപ്പോഴാണ് അമ്മ ഈ കാര്യം പറഞ്ഞത്. അപ്പോൾ ഞാൻ പറഞ്ഞു, അമ്മ ഡോക്ടറും അങ്ങനെ തന്നെയാണ് പറഞ്ഞത്, അപ്പോൾ ഇന്ന് തന്നെ നമുക്ക് അഡ്മിറ്റ് ആവാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ചെയ്തു. പിറ്റേ ദിവസം തന്നെ യാതൊരു കുഴപ്പമില്ലാതെ, കുറച്ച് തൂക്കക്കുറവ്, വളരെ ഒരു 200 ഗ്രാമിൻ്റെ കുറവല്ല, അതായത് 2.2 കിലോ ഉണ്ടായിരുന്നു. വേറെ പ്രത്യേകിച്ച് യാതൊരു പ്രശ്നങ്ങളും ഇല്ലാതെ മോള് ജനിച്ചു. 3-ാം ദിവസം തന്നെ ഞങ്ങൾ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ആക്കുകയും ചെയ്തു. മോൾക്കും ഇപ്പോൾ 2 വയസ്സായി. ഈ പ്രത്യേക അനുഗ്രഹം ഞങ്ങളുടെ കുടുംബത്തിൽ പ്രത്യേകിച്ച് 2 മക്കളുടെ പേരിൽ തന്നതിന് പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും നന്ദി പറയുന്നു. അപ്പോൾ ഇത് ഞങ്ങളുടെ ഉടമ്പടിയിലെ 6-ാം വർഷമാണ്. അപ്പോൾ ഇതിൽ ഞങ്ങൾ പ്രത്യേകമായി ചെയ്യുന്ന പ്രേക്ഷിത പ്രവർത്തനം, എല്ലാ മാസവും ഞങ്ങൾ ഇവിടെ വന്ന് പത്രം വാങ്ങും. ആ പത്രം വാങ്ങുന്നത് തന്നെ ഞങ്ങൾ മെയിനായിട്ട് കൊടുക്കുന്നത് ആശുപത്രികളിലും രോഗികൾക്കും അല്ലെങ്കിൽ പൊതു സ്ഥലങ്ങളിൽ കച്ചവടക്കാർക്കും ഒക്കെയാണ്. അപ്പോൾ കൊടുക്കുമ്പോഴൊക്കെ നമ്മൾ ഓരോ വിശ്വാസ പ്രമാണം ചൊല്ലിക്കൊണ്ട് അവരെ അനുഗ്രഹിക്കണമേ എന്ന് പറഞ്ഞാണ് ഈ പത്രം നമ്മൾ കൊടുക്കുന്നത് തന്നെ. കൂടാതെ ഞങ്ങൾ ഈ ഉടമ്പടി ആയിരുന്നുകൊണ്ട് തന്നെ ഞങ്ങൾ കാരുണ്യ പ്രവർത്തികൾ ചെയ്യുമായിരുന്നു. പ്രധാനമായും ചെയ്തുകൊണ്ടിരുന്നത്, ഞങ്ങൾ പഠിക്കാൻ സാമ്പത്തികമായി പുറകോട്ട് നിൽക്കുന്ന കുട്ടികൾക്ക് ഞങ്ങൾ സാമ്പത്തികമായ സഹായം പഠന ആവശ്യത്തിന് ചെയ്യുന്നുണ്ടായിരുന്നു. കൂടാതെ ഓർഫനേജുകളിലും ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ വഴിയായി 2 കുടുംബത്തെ ഞങ്ങൾക്ക് ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുവാൻ വേണ്ടി കഴിഞ്ഞു. അതിനും പരിശുദ്ധ അമ്മയ്ക്ക് നന്ദി. ഉടമ്പടി വഴി നമ്മുടെ കുടുംബജീവിതത്തിൽ ഉണ്ടായ പ്രത്യേകമായ മാറ്റം, നമ്മൾക്ക് കുറച്ചുകൂടെ ഉടമ്പടിയിലുള്ള വന്നതിലൂടെ വിശ്വാസത്തോടു കൂടി ജീവിക്കുവാനും വിശുദ്ധ കുർബാനയിലും സന്ധ്യാപ്രാർത്ഥനയിലും മറ്റും തീക്ഷ്ണമായി പ്രാർത്ഥിക്കുവാനും ബൈബിൾ വളരെ നന്നായി നമുക്ക് തീക്ഷ്ണമായി വായിക്കുവാനും ഉള്ളൊരു കൃപ നൽകി. ഉടമ്പടി അടിസ്ഥാനങ്ങൾ അനുഷ്ഠിച്ചുകൊണ്ട് മുന്നോട്ട് പോകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾക്ക് ഈ പ്രത്യേകമായ 2 മക്കളുടെ പേരിലെ അനുഗ്രഹം തന്നതിന് പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും 1000 നന്ദി പറയുന്നു. 2 രാജാക്കന്മാർ 20:5. ഞാൻ നിൻ്റെ കണ്ണീർ കാണുകയും പ്രാർത്ഥന കേൾക്കുകയും ചെയ്തിരിക്കുന്നു, ഞാൻ നിന്നെ സുഖപ്പെടുത്തും. മിന്നു എബ്രഹാം എന്ന ഈ സഹോദരി തൻ്റെ 2 കുഞ്ഞുങ്ങളുമായി ബന്ധപ്പെട്ട് ലഭിച്ച സൗഖ്യാനുഭവങ്ങളെയാണ് പരിശുദ്ധ കൃപാസന മാതാവിൻ്റെ തിരുനടയിൽ സാക്ഷ്യപ്പെടുത്തുക. മൂത്തക്കുട്ടി സംസാരിച്ച് തുടങ്ങിയതിന് ശേഷം സംസാരം പൂർണ്ണമായി നഷ്ടപ്പെട്ടതാണ് മകൾ പങ്കുവച്ചത്. അത് പിന്നീട് ഇവിടെ ജോസഫച്ചൻ്റെ എൽത്താരയിൽ കൊണ്ടുവന്ന് സൈത്തബൂശ് പ്രാർത്ഥിച്ച് ബലപ്പെടുത്തുകയും ഉടമ്പടിയുടെ നേർച്ച വസ്തുക്കൾ, ഉടമ്പടി തൈലവും ഉടമ്പടി ഉപ്പും കുഞ്ഞിന് നൽകിക്കൊണ്ട് പ്രാർത്ഥനയിൽ അമ്മ മാതാവിൻ്റെ കരങ്ങളിൽ കുഞ്ഞിനെ കൊടുക്കുകയും ചെയ്തതിലൂടെ പതിയെ സംസാരശേഷി തിരികെ കിട്ടുകയും ഇപ്പോൾ പൂർണ്ണമായും കുഞ്ഞിന് സംസാരശേഷി ലഭിച്ചതിനെ കുടുംബം സന്തോഷത്തോടുകൂടി സാക്ഷ്യപ്പെടുത്തുന്നു. രണ്ടാമത്തെ കുട്ടി പ്രഗ്നൻ്റ് ആയിരുന്ന കാലം മുതൽ കോംപ്ലിക്കേഷൻസ് ഡോക്ടർമാർ പറയുകയും അത് യാതൊരു ആരോഗ്യ പ്രശ്നങ്ങളുമില്ലാതെ പരിശുദ്ധമ്മയുടെ വലിയ സംരക്ഷണയാൽ ആരോഗ്യമുള്ള കുഞ്ഞിനെ അമ്മ മാതാവിലൂടെ ഈശോ നൽകിയതിനെ കുടുംബം സന്തോഷത്തോടുകൂടി സാക്ഷ്യപ്പെടുത്തുന്നു. നമ്മുടെ ഏതൊരു ആശങ്കയുടെ നിമിഷങ്ങളിലും ഉറച്ച ശരണത്തോടുകൂടി നമുക്ക് വിളിച്ച് പ്രാർത്ഥിക്കാവുന്ന ഇടമാണ് കൃപാസനത്തിലെ പ്രത്യക്ഷീകരണ മാതാവ്. അമ്മ മാതാവ് ഈ ആലയത്തിൽ പ്രത്യക്ഷപ്പെടുകയും ലോകത്തിലത് ഏതൊരു ദുരിതത്തിനും പ്രാർത്ഥന കൊണ്ട് പരിഹാരമുണ്ടെന്ന അടയാളങ്ങളിലൂടെ ഈ നാളുകളിൽ സാക്ഷ്യപ്പെടുത്തുകയും ചെയ്യുന്നു. അതുകൊണ്ട് ശങ്ക കൂടാതെ അമ്മയുടെ അരികിലേക്ക് ഏതൊരു ജീവിത പ്രശ്നത്തെ സമർപ്പിക്കുവാനും അമ്മ മാതാവ് സമയത്തിന് മേൽ അധികാരമുള്ള അമ്മ അത് എത്ര ക്ലേശകരമായ കാര്യത്തെയും ഏറ്റവും നിസ്സാരമായി നമുക്ക് പരിഹരിച്ചു തരുമെന്ന് ഈ ആലയത്തിലെ ഓരോ സാക്ഷ്യവും വെളിപ്പെടുത്തുകയാണ്. സഹോദരി പറയുന്നുണ്ട്, മകളുടെ ആ പ്രഗ്നൻസി കാലഘട്ടത്തിലുള്ള കോംപ്ലിക്കേഷൻസ് തിരിച്ചറിയുമ്പോൾ 5-ാം മാസം കഴിഞ്ഞു പോയിരുന്നു. അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ചൊന്നും ചെയ്യുവാൻ സാധിക്കാത്തൊരവസ്ഥയായിരുന്നു. അതുകൊണ്ട് അമ്മ മാതാവ് മാത്രമാണ് തുണ, അമ്മ മാതാവ് സഹായിക്കുമെന്ന നല്ല വിശ്വാസത്തിൽ തന്നെയാണ് ആ പ്രഗ്നൻസിയുടെ കാലഘട്ടം ആശങ്ക ഡോക്ടർമാർ പറയുമ്പോഴും വിശ്വാസത്തോടെ കുടുംബം മുന്നോട്ട് പോയത്. അത് തന്നെ ആശുപത്രിയിൽ ചെല്ലുമ്പോഴും ഒരുപക്ഷെ ഡേറ്റ് ആയില്ല എന്ന് കരുതി ചെല്ലുമ്പോഴും ഡോക്ടർമാർ അകത്ത് നമുക്ക് ഇനി വീട്ടിലേക്ക് പോകേണ്ട, അഡ്മിറ്റാകാമെന്ന് പറയുമ്പോൾ പുറത്തു നിൽക്കുന്ന സഹോദരിയുടെ അമ്മയ്ക്ക് പരിശുദ്ധമ്മയുടെ സംസാരം കേൾക്കുവാൻ സാധിക്കുന്നുണ്ട്. അധികം സമയം കഴിയും മുമ്പ്
പ്രസവിക്കുമെന്നുള്ളതും. അതും സൂചനകൾ നമുക്ക് വാക്കുകളായും വ്യക്തികളായും സ്വപ്നങ്ങളായും ഒക്കെ നമുക്ക് കൈമാറുന്നതാണ്. അടയാളങ്ങളിലൂടെ കൈമാറുമ്പോൾ അമ്മ മാതാവ് കൂടെയുണ്ടെന്നും സംരക്ഷിക്കുന്നുവെന്നും നമ്മളെ ഓർമ്മപ്പെടുത്തുന്നതാണ്. ആ രണ്ട് അനുഭവങ്ങളാണ് ഈ കുടുംബം കർത്താവിൻ്റെ നാമത്തെ മഹത്വപ്പെടുത്തി പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷ്യങ്ങളായി ഈ അൾത്താരയിൽ പങ്കുവയ്ക്കുക. ഈ കുടുംബത്തിന് ലഭിച്ച ഈ അനുഗ്രഹങ്ങൾക്ക് നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ